بسم الله الرحمن الرحيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനിവിടെ അവതരിപ്പിക്കുന്ന വസ്തുതകളുമായിട്ട് യോജിക്കുന്ന ആളുകളുണ്ടാകും, വിയോജിക്കുന്ന ആളുകളുമുണ്ടാകും. വിയോജിപ്പ് പ്രകടിപ്പിക്കുവാൻ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെന്നും എത്ര രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയാലും വളരെ സഹിഷ്ണുതയോടുകൂടി തന്നെ ഈ സദസ്സ് ശ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. തീവ്രവാദം, ഭീകരവാദം എന്നെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലരുടെയും മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നത് ചില വ്യക്തികളും പ്രസ്ഥാനങ്ങളും നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായ തീവ്രവാദ, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഭരണകൂടങ്ങളാണ്. ഈ ഭരണകൂടങ്ങൾ നടത്തുന്ന അടിച്ചമർത്തലുകൾക്കും അനീതിക്കും എതിരായിട്ട് പ്രതികരിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികളും പ്രസ്ഥാനങ്ങളും ആളുകളെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭരണകൂടങ്ങൾ ശക്തമായ നടപടികളും ഭീകരമായ പ്രവർത്തനങ്ങളും നടത്തുന്നു. അതങ്ങനെ ഒരു വിഷ്യസ് സർക്കിൾ എന്ന് പറയും. ഒന്നിൻ്റെ പിന്നാലെ ഒന്നായി നീങ്ങിക്കൊണ്ടിരിക്കും. ഈ ഒരു ദുരന്തമാണ് ഈ ലോകം, ആധുനിക ലോകം ദർശിക്കുന്നതും മനുഷ്യ സമൂഹത്തിന് ഒരുപാട് നാശം വിതക്കുവാൻ പോകുന്നതും. അവിടെയാണ് തീവ്രവാദത്തിൻ്റെ വേരും നേരും എന്ന വിഷയത്തിൻ്റെ പ്രസക്തി. പലപ്പോഴും തീവ്രവാദം, ഭീകരവാദം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നത് തൊപ്പി ധരിച്ച്, താടി നീട്ടി വളർത്തി, ഒരു കയ്യിൽ AK-47 മറ്റേ കയ്യിൽ ബോംബും അരയിൽ ബെൽ ബോംബും ചുറ്റിയ പല മുസ്ലിം വേഷം ധരിച്ച ആളുകളുടെയും ചിത്രങ്ങളാണ്. ഇസ്ലാമിനെ ഇന്ന് തെറ്റിദ്ധരിക്കുവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ: ഒന്ന്, പാശ്ചാത്യ മാധ്യമങ്ങൾ നൂറ്റാണ്ടുകളായി അനുസ്യൂതം ഇസ്ലാമിനും പ്രവാചകനും വിശുദ്ധ ഖുർആനുമെതിരെ തുടർന്നുകൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങൾ. മറ്റൊന്ന്, മുസ്ലിം നാമം ധരിച്ച ചില ആളുകളും പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റായ ധാരണ. ഇന്ന് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മതമാണ് ഇസ്ലാം. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ സെമിനാർ ഞങ്ങൾ നടത്തുന്നത്. സെപ്റ്റംബർ 11 അക്രമങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം എറണാകുളത്തെ ഒരു റോട്ടറി ക്ലബ്
ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാൻ എന്നോട് അപേക്ഷിച്ചു. സദസ്സിൽ കുറെ അമേരിക്കക്കാരുമുണ്ടായിരുന്നു. അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ 11 ഈ സംഭവ വികാസങ്ങളെ ഞാൻ അപലപിക്കുകയാണ്. ആ കെട്ടിടങ്ങൾ തകർന്നു വീണപ്പോൾ അതോടൊപ്പം തകർന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് നിരപരാധികളുടെ ജീവിതങ്ങളായിരുന്നു. അവർക്കെന്നെയും നിങ്ങളെയും പോലെ ഭാര്യയും സന്താനങ്ങളും ഉണ്ടായിരുന്നു, ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു. ആ കെട്ടിടങ്ങൾ ചാമ്പലായപ്പോൾ അതോടൊപ്പം ചാമ്പലായത് ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ മാത്രമായിരുന്നില്ല. അവരെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് നിരപരാധികളുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും അതോടൊപ്പം ചാമ്പലായി. ഞാൻ അവരോട് പറഞ്ഞു, ഈ സംഭവത്തെ ഞാൻ അപലപിക്കുന്നത് അമേരിക്കക്കാരായ നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല, മറിച്ച് ഞാൻ പിന്തുടരുന്ന വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിൽ പറയുന്നുണ്ട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകന്നമാ ഖതല അന്നാസ ജമിയ വമൻ അഹ്യാഹാ ഫകന്നമാ അഹ്യ അന്നാസ ജമിയ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിന്റെ പേരിലോ അല്ലാതെ ഒരു ജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെയും വധിക്കുന്നതിന് തുല്യമാണ്. ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെയും രക്ഷിക്കുന്നതിന് തുല്യമാണ്. ഈ കൽപ്പന പിൻപറ്റേണ്ട ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും നിരപരാധികളുടെ ജീവൻ കവർന്നെടുക്കുവാൻ സാധിക്കുകയില്ല. എന്റെ പ്രഭാഷണത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ഫലസ്തീൻ ജനത അവരുടെ നാടിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റായ അമേരിക്ക ഇസ്രായേൽ സൈന്യത്തിന് നൽകുന്ന തോക്കുകളും ബോംബുകളും മിസൈലുകളും ഹെലികോപ്റ്ററുകളും കൊണ്ട് ഫലസ്തീൻ ജനതയുടെ വീടുകൾ തകർക്കുമ്പോൾ, തകർന്ന അടിഞ്ഞവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് ചാമ്പലായ അവരുടെ പിഞ്ചു പൈതങ്ങളുടെ മൃതശരീരങ്ങൾക്കരികിൽ കിടന്ന് അവരെ കൊല്ലുവാൻ ഉപയോഗിച്ചിട്ടുള്ള മിസൈൽ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുമ്പോൾ അതിൽ മെയ്ഡ് ഇൻ USA അമേരിക്കയിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് എഴുതി കണ്ടാൽ ഒരു പക്ഷേ അവർ അമേരിക്കയോട് അവരുടെ കൊടും ക്രൂരത കൊണ്ട് തന്നെ പ്രതികാരം ചെയ്തെന്നിരിക്കാം. എന്നാൽ അതൊരിക്കലും ഇസ്ലാമിന്റെ കണക്കിൽ വരവ് വെക്കുവാൻ പാടുള്ളതല്ല. കാരണം വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിൽ 8-ാം വചനത്തിൽ പറയുന്നു, ഒരു ജനതയോടുള്ള വെറുപ്പ് അവരോട് അതിക്രമം കാണിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന്. അതുകൊണ്ട് ഞാൻ ആ സദസ്സിനോട് അഭ്യർത്ഥിച്ചു, തുറന്ന ഹൃദയത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാമും ചില തീവ്രവാദികൾ തെറ്റായി അവതരിപ്പിക്കുന്ന ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമും നൂറ്റാണ്ടുകളായി പാശ്ചാത്യ മാധ്യമങ്ങൾ അനുസ്യൂതമായിട്ട് ഇസ്ലാമിനെ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഇസ്ലാമും തമ്മിലുള്ള വ്യതിരിക്തത നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. നൂറ്റാണ്ടുകളായി പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്ലാമിനും പ്രവാചകനും ഖുർആനുമെതിരെ അനുസ്യൂതം നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പ് നയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അവരുടെ തെറ്റായ നിലപാടുകൾ നാം മനസ്സിലാക്കുകയുള്ളൂ. പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടപ്പോൾ 1000-ൽ കുറവ് അമേരിക്കക്കാർ മരിക്കുവാനിടയായതിന് പ്രതികാരമായി പേൾ ഹാർബറിനെ സംബന്ധിച്ചോ അവിടെ നടന്നിട്ടുള്ള അക്രമത്തെ സംബന്ധിച്ചോ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഹീറോഷിമയിലെയും നാഗാസാകിയിലെയും ജനങ്ങളുടെ മേൽ ആണവ ബോംബുകൾ വർഷിക്കുകയും 10,000-ങ്ങളെ കൊന്നൊടുക്കുകയും 10,000-ങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ സമ്മാനിക്കുകയും പിറക്കാനിരിക്കുന്ന വരും തലമുറകൾക്ക് പോലും നാശം വിതക്കുകയും ചെയ്ത അമേരിക്കയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമെന്ന യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുവാൻ മടിക്കുന്ന അതേ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെയാണ് പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെയും ഭീകര രാഷ്ട്രങ്ങളായിട്ട് ചിത്രീകരിക്കുന്നത്. തങ്ങളുടെ 2 അയൽ രാജ്യങ്ങളായ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും യാതൊരു അക്രമത്തെയും ഭയക്കേണ്ടതില്ല എങ്കിലും ഭൂഗോളത്തിന്റെ വിദൂരതകളിൽ പോയി വിയറ്റ്നാമിനെയും കൊറിയയെയും കംബോഡിയയെയും അതുപോലെ തന്നെ ചിലിയെയും ഇറാനെയും ഇറാഖിനെയും സൊമാലിയയും ആക്രമിച്ച അമേരിക്കയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ റോഗ് നേഷൻ, തെമ്മാടി രാഷ്ട്രമെന്ന യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുവാൻ മടിക്കുന്ന അതേ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെയാണ് പല മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളെയും റോഗ് നേഷൻസ്, തെമ്മാടി രാഷ്ട്രങ്ങൾ എന്ന് വിളിച്ചാക്ഷേപിക്കുന്നത്. ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഇസ്രായേലിന് ആൾബലവും ആയുധവും കൊടുത്ത് സഹായിക്കുന്നതെന്ന് ചോദിക്കാത്ത
ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന പല രാജ്യങ്ങളെയും പിന്തുണക്കുന്നതെന്ന് ചോദിക്കാത്ത, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ മിലിറ്ററി ഭരണകൂടത്തെ പോലും പിന്തുണക്കുന്നതെന്ന് ചോദിക്കാത്ത അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇസ്ലാം ജനാധിപത്യത്തിനെതിരാണ് എന്ന നുണപ്രചരണം നടത്തുന്നത്. മനുഷ്യാവകാശങ്ങളുടെ രക്ഷകരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അമേരിക്ക എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത തടവുകാരെ ക്യൂബയിലെ ഗൗട്ടനാമയിലെ ക്യാമ്പ് എക്സ്റയിൽ കാഴ്ച ബംഗ്ലാവിൽ മൃഗങ്ങളെ ഇട്ട് പീഡിപ്പിക്കുന്നതിനേക്കാൾ പൈശാചികമായി ചങ്ങലകളിൽ ബന്ധിച്ച് പീഡിപ്പിക്കുന്നതെന്ന് ചോദിക്കാത്ത, മനുഷ്യരുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഭരണകൂടങ്ങളെ എന്തിന് സഹായിക്കുന്നു എന്ന് ചോദിക്കാത്ത അതേ മാധ്യമങ്ങൾ തന്നെയാണ് മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, തങ്ങളുടെ മതവിശ്വാസം മറ്റുള്ളവരുടെ നേരെ അടിച്ചേൽപ്പിക്കണമെന്നും അമുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കണമെന്നും അവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുന്ന മതതത്വ സംഹിതയാണ് ഇസ്ലാമിൻ്റേത് എന്ന് നുണപ്രചരണം നടത്തുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, മതത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് 2-ാം അധ്യായത്തിൽ 256-ാം വചനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ ദൈവിക ഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് നിർബന്ധമായ മതപരിവർത്തനം നടത്തുവാൻ കഴിയുന്നത്? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്രൻ വ ഇമ്മാ കഫൂറ, നാം 2 പാതകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം എന്ന് 76-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ വേദഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കുവാൻ കഴിയുന്നത്? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം, എന്റെ മതം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി പോകാം, ഞാൻ നിങ്ങളുടെ മതം സ്വീകരിക്കുകയില്ല എന്ന് 109-ാം അധ്യായത്തിലെ 6-ാം വചനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ ദൈവിക ഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഇസ്ലാമല്ലാതെ മറ്റൊരു മതവും ഇവിടെ നിലനിൽക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത്? വലാ തസ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തുക്കളെ, വ്യക്തികളെയോ നിങ്ങൾ അവഹേളിക്കരുത് എന്ന് 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്ന ഈ മഹത്തായ ദൈവിക ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മത വിഗ്രഹങ്ങളെയോ ആരാധനാ വസ്തുക്കളെയോ അവഹേളിക്കുവാനും അപമാനിക്കുവാനും കഴിയുന്നത്? വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅ്ദഹും ബിബഅ്ദിൻ ലഹുദ്ദിമത് സ്വവാമി വബിയും വസ്സലവാത്ത് വമസാജിദ് യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ, അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും സന്യാസ മഠങ്ങളും യഹൂദരുടെ സിനഗോഗുകളും അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന പള്ളികളും തകർക്കപ്പെടുമായിരുന്നുവെന്ന് 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെ ഉണർത്തുന്ന മഹത്തായ ദൈവിക ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആരാധന ഭവനങ്ങൾ തകർക്കുവാൻ കഴിയുന്നത്? അമുസ്ലിങ്ങളോട് നന്മ ചെയ്യുന്നതും നീതി ചെയ്യുന്നതിനെയും അള്ളാഹു വിലക്കുന്നില്ല, നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് 60-ാം അധ്യായത്തിലെ 8-ാം വചനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ വേദഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് അമുസ്ലിങ്ങളോട് അനീതിയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? ഒരിക്കൽ ഒരു മുസ്ലിം ഒരു മോഷ്ടിച്ച വസ്തു യഹൂദന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ട്, യഹൂദനാണ് മോഷ്ടിച്ചതെന്ന് ആ മുസ്ലിം നാമധാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് വാചാലമായി സംസാരിക്കുകയും ആ വാചാലത കേട്ട് മുസ്ലിം നിരപരാധിയാണെന്നും യഹൂദനാണ് കുറ്റക്കാരനെന്നും പ്രവാചകന് തോന്നിയ സന്ദർഭത്തിൽ മനുഷ്യ മനസ്സുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചിന്തകളെ കുറിച്ച് പോലും അറിയാവുന്ന പ്രപഞ്ചനാഥനായ സട്ടാവ് അതാ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 105-ാം വചനങ്ങൾ അവതരിപ്പിക്കുകയാണല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നീതിയുക്തമായിട്ട് വിധിക്കാനാണ്, അതിക്രമകാരികൾക്ക് കൂട്ടുനിൽക്കുവാനല്ല എന്ന് പ്രഖ്യാപിച്ച് ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക് ഒരിക്കലും അമുസ്ലിങ്ങളോട് അനീതിയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയത്തിൻ വഖാതല ഇലാ അസബിയത്തിൻ വമാത ഇലാ അസബിയത്തിൻ, വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ മുസ്ലിമല്ല എന്ന് ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാമിക മതത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും വർഗീയവാദത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് മുസ്ലിം നാമം ധരിച്ച ആളുകൾ ചെയ്യുന്ന അതിക്രമങ്ങളല്ല എന്ന് പറയുവാൻ സാധിക്കുന്നത്?
വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയരുത് എന്ന് 4-ാം അധ്യായത്തിൽ 29-ാം വചനത്തിലൂടെ ആത്മഹത്യ ചെയ്യരുത് എന്ന് ഉത്ബോധിപ്പിക്കുന്ന ഈ മതഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മനുഷ്യ ബോംബുകളായിട്ട് സ്വയം പൊട്ടിത്തെറിക്കുവാൻ കഴിയുന്നത്? സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഒരാൾ മരിച്ചാൽ അയാൾക്ക് രക്തസാക്ഷിത്വം ലഭിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച ഈ മതത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൺമുൻപിൽ വെച്ച് ഒരാൾ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്നത് കണ്ടപ്പോൾ അനുയായികൾ പറഞ്ഞില്ലേ, ആ മനുഷ്യൻ സ്വർഗത്തിലാണ് എന്ന്? പ്രവാചകൻ പറഞ്ഞു, ഇല്ല, അയാൾ നരകത്തിലാണ്. അന്താളിച്ചു പോയ അനുയായികൾ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യനൊരു പരിക്കേൽക്കുകയും സ്വയം വാള് വയറ്റത്തേക്ക് കുത്തി ഇറക്കി അയാൾ ആത്മഹത്യ ചെയ്തു. ഒരാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നും ചാടി മരിച്ചാൽ മരണാനന്തരം ഉള്ള ജീവിതത്തിൽ അയാൾ നിരന്തരം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ആ വേദനയെ അയാൾക്ക് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും വിഷം കഴിച്ച് മരിക്കുന്ന വ്യക്തിക്ക് നിരന്തരം അങ്ങനെ വിഷം കഴിച്ചുകൊണ്ടിരിക്കുമെന്നും ആ തീവ്രമായ വേദന അയാൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നും മൂർച്ചയേറി എന്തെങ്കിലും ആയുധം ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിക്ക് അതുപോലെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും പഠിപ്പിച്ച പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യുവാൻ സാധിക്കുകയില്ല. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പോലും നിരപരാധികളെ വധിക്കരുതെന്നും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുതെന്നും ഈന്തപ്പനത്തടികൾ മുറിക്കരുതെന്നും കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും എല്ലാം ഉത്ബോധിപ്പിച്ചിട്ടുള്ള ധ്യാനമഠങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ അതിനനുവദിക്കണമെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുന്ന മഹത്തായി മതഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും തീവ്രവാദികളും ഭീകരവാദികളുമാകുവാനോ നിരപരാധികളെ കൊന്നൊടുക്കുവാനോ കഴിയുകയില്ല. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകളിലെ ഉണ്ട്. അവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുസ്ലിം തീവ്രവാദികൾ എന്ന് വിളിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് അവരുടെ പ്രവർത്തികൾ ഇസ്ലാമിന്റെ കണക്കിൽ വരവ് വെക്കുവാൻ കഴിയുന്നത്? ബാങ്ക് കൊള്ളയടിച്ച ക്രിസ്ത്യൻ പേരുള്ളയാളെ ആ ക്രിസ്ത്യൻ കൊള്ളക്കാരനെന്ന് വിളിക്കാറില്ലല്ലോ. ഒരു മുസ്ലിം കൊള്ളക്കാരനെ മുസ്ലിം കൊള്ളക്കാരനെന്ന് വിളിക്കാറില്ലല്ലോ. ഒരു ഹിന്ദു കൊള്ളക്കാരനെ ഹിന്ദു കൊള്ളക്കാരനെന്ന് വിളിക്കാറില്ലല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളാണ് എങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് കൊള്ളക്കാരനെന്ന് വിളിക്കാറില്ലല്ലോ. ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിനെ ആരും ക്രിസ്ത്യൻ ഹിറ്റ്ലർ എന്ന് വിളിക്കാറില്ല. മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും പൊറുക്കുവാൻ സാധിക്കാത്ത പേക്കൂത്തുകൾ ചെയ്തു കൂട്ടിയ മുസോളിനിയെ ആരും ക്രിസ്ത്യൻ മുസോളിനി എന്ന് വിളിക്കാറില്ല. മുസ്ലിങ്ങളായ എന്നൊറ്റ കാരണത്താൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പൈതങ്ങളെ കശാപ്പ് ചെയ്യുകയും എല്ലാം ചെയ്ത സെർബുകളെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെർബുകൾ എന്ന് വിളിക്കാറില്ല. അതുപോലെ തന്നെ അയർലൻഡിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന റോമൻ കത്തോലിക്ക പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ റോമൻ കാത്തലിക് ടെററിസ്റ്റുകളെന്നോ പ്രോട്ടസ്റ്റന്റ് ടെററിസ്റ്റുകളെന്നോ വിളിക്കില്ല. ഞാനൊരിക്കലും അവരെ വിളിക്കില്ല. കാരണം അവർ ചെയ്ത പ്രവർത്തികൾ ക്രിസ്തുമതത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ ഇസ്ലാമിന്റെ കണക്കിൽ വരവ് വെക്കുന്നതിന് മുൻപ് അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങളാണോ എന്ന് നാം വിലയിരുത്തണം. എന്നിട്ടും നിരന്തരം പാശ്ചാത്യ മാധ്യമങ്ങളും സവർണ ഫാസിസ്റ്റുകളും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്ന് വരെ നടന്നിട്ടുള്ളതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പിന്നിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്ന്. വിശുദ്ധ ഖുർആൻ അവതീർണമായതിനു മുൻപും അവതീർണമായ ശേഷവും ഒരുപാട് യുദ്ധങ്ങളും സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നതിന് മുൻപ് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അധികാരം നേടുവാനുമായിട്ട് സീസറും അലക്സാണ്ടർമാരും യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് മുസ്ലിങ്ങളും ഇസ്ലാമും കുറ്റക്കാരാകുന്നത്? യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിന്റെ വിശ്വാസങ്ങളെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ആളുകളെ കോൺസ്റ്റന്റൈൻ എന്ന ആ ചക്രവർത്തി, റോമൻ ചക്രവർത്തി ഒരുപാട് കൊന്നൊടുക്കിയിട്ടില്ലേ? അതിനെങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും ഉത്തരവാദികളാകുന്നത്? അതുപോലെ തന്നെ ഖുർആൻ അവതീർണമായ ശേഷം ഒട്ടേറെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആംഗ്ലോ സാക്സൺ റിബല്ലുകളെ കൊന്നൊടുക്കിയ ഷാർലമെയിൻ ഉണ്ടായിട്ടുണ്ട്. കുരിശ് യുദ്ധത്തിന് 1095 പ്രഖ്യാപിച്ചത് ആരാണെന്നറിയാമോ? പോപ്പ് അർബൻ രണ്ടാമനാണ്. എന്നിട്ട് യൂറോപ്പിൽ നിന്നുള്ള ക്രൈസ്തവർ ജെറുസലേമിനെ മോചിപ്പിക്കാനായിട്ട് അങ്ങോട്ട് കൂട്ടം കൂട്ടമായി പോയി. 1095 ജെറുസലേം കീഴടക്കപ്പെട്ടപ്പോൾ ക്രിസ്ത്യൻ പേരുള്ള ചരിത്ര പണ്ഡിതർ പറയുന്നതും രേഖപ്പെടുത്തുന്നതും ആളുകൾ നടന്നാൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ രക്തം തളം കെട്ടി നിൽക്കുന്നു എന്നതായിരുന്നു. ഞാൻ ഒരിക്കലും അത് ക്രിസ്തുമതത്തിന്റെ കണക്കിൽ ഒരിക്കലും വെക്കുകയില്ല. അന്നത്തെ ആളുകളുടെ വൈകല്യമായിട്ടേ ഞാൻ കണക്കാക്കുകയുള്ളൂ. റിഫോർമേഷന്റെ കാലഘട്ടത്തിൽ റോമൻ കാത്തലിക്കുകളും
പ്രോട്ടസ്റ്റന്റ്സും വേർതിരിഞ്ഞു പോരാടിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടില്ലേ? കുപ്രസിദ്ധമായ ഇൻക്വിസിഷന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ശാസ്ത്രജ്ഞരെയും ഈ മതവിശ്വാസത്തിന് വിരുദ്ധമായി നിലകൊണ്ടിട്ടുള്ളവരെയും പീഡിപ്പിച്ചിട്ടില്ലേ, ചുട്ടുകരിച്ചിട്ടില്ലേ? ഇതെങ്ങനെയാണ് ഇസ്ലാമിന്റെയും ഖുർആന്റെയും കണക്കിൽ വരവ് വെക്കുന്നത്? നൂറ്റാണ്ടുകളായി മറ്റു രാജ്യങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കുവാനായിട്ട് ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അതിക്രമങ്ങൾ ചെയ്ത രാജ്യങ്ങൾ ഏതാണ്? ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും സ്പെയിനും പോർച്ചുഗലും. ഇവിടെ ആരും മുസ്ലിങ്ങളല്ലല്ലോ ഭരിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഗില്ലറ്റിൻ എന്ന കുപ്രസിദ്ധമായ യന്ത്രം കൊണ്ട് 10,000-കണക്കിന്റെ ആളുകളുടെ ശിരസ്സരിഞ്ഞ് വീഴ്ത്തിയതും ജർമ്മൻ ഏകീകരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിയതും മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. ഇനി കഴിഞ്ഞ നൂറ്റാണ്ടെടുക്കാം. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളാണ് ഇന്നുവരെയും മനുഷ്യ രാശി കണ്ടിട്ടുള്ള ഏറ്റവും ഭയാനകമായ ഭവിഷ്യത്തുകൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള യുദ്ധങ്ങൾ. ലക്ഷക്കണക്കിന് നിരപരാധികൾ ക്രൂരമായി വധിക്കപ്പെട്ടിട്ടില്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലേ? ലക്ഷക്കണക്കിന് ആളുകൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചില്ലേ? ഇതിന് നേതൃത്വം കൊടുത്തതാരാണ്? ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അമേരിക്കയും റഷ്യയും. ഇതൊന്നും മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളായിരുന്നില്ലല്ലോ. എങ്കിലും ഞാൻ പറയും, ആ ഭരണാധികാരികൾ ഒരിക്കലും ക്രിസ്തുമത വിശ്വാസികളാണെന്ന് ഞാൻ പറയുകയില്ല. ഈ ഒരു മാന്യതയാണ് അവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്, മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുന്നതും. അതുപോലെ തന്നെ റഷ്യയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലും ചൈനയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലും കൊറിയയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിലും എന്തിന് കംബോഡിയയിൽ പോൾപോട്ട് എന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി 10 ലക്ഷത്തോളം നിരപരാധികളെ ക്രൂരമായി വധിച്ചിട്ടില്ലേ? ഇതിനെങ്ങനെയാണ് ഇസ്ലാമും ഖുർആനും ഉത്തരവാദികളാകുന്നത്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും 2 വൻ ശക്തികളായി തീരുകയും അവർക്ക് നേരിട്ട് പോരാടുവാൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരുപാട് രാജ്യങ്ങളിൽ ചെന്ന് അതിക്രമങ്ങൾ കാണിച്ചിട്ടില്ലേ? അതിനെങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും ഉത്തരവാദികളാകുന്നത്? ഇനി സമകാലികമായ സംഘർഷങ്ങളെ നമുക്ക് വിലയിരുത്താം. ശ്രീലങ്കയിൽ നടക്കുന്ന സംഘർഷത്തിന് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഉത്തരവാദികളാകുന്നത്? ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിലും ലാറ്റിൻ അമേരിക്കയിൽ നടക്കുന്ന സംഘർഷങ്ങളിലും എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഉത്തരവാദികളാകുന്നത്? ഇനി നമുക്ക് ഫലസ്തീൻ പ്രശ്നം എടുക്കാം. 1850-ൽ 80% മുസ്ലിങ്ങളും 15% ക്രിസ്ത്യാനികളും 5% യഹൂദരും മാത്രമായിരുന്ന ഫലസ്തീനിലേക്ക് തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യഹൂദർ കുടിയേറി പാർക്കുവാൻ ആരംഭിച്ചു. അത് സംഘർഷത്തിലെത്തി. 1948-ൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഐക്യരാഷ്ട്രസഭ വെറും 7% ഭൂമിയുണ്ടായിരുന്ന യഹൂദർക്ക് 55% ഭൂമി കൊടുക്കുവാൻ പ്രഖ്യാപിച്ചു. അത് യുദ്ധത്തിലെത്തി. 1948-ലെ യുദ്ധത്തിൽ അത് 78% ഭൂമിയും കൈക്കലാക്കി. പിന്നീട് 1967-ൽ നടന്ന യുദ്ധത്തിൽ 100% ഭൂമിയും അവർ കൈക്കലാക്കി. ഫലസ്തീൻ ജനത അവിടെ പടപൊരുതുന്നത് അവരുടെ നാട് തിരിച്ചു ലഭിക്കാനാണ്, അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്കാണ്. ആ പോരാട്ടങ്ങളിൽ അവരെ കൊന്നൊടുക്കുന്നതിന് ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും പ്ലെയിനും ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ തീവ്രവാദികളാകുന്നില്ല എന്നുണ്ടോ? അവിടെ പടപൊരുതുന്നതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. ഫലസ്തീൻ ജനത പടപൊരുതുന്നത് നിർബന്ധമായി ഇസ്ലാമിലേക്ക് ആരെയും കൊണ്ടുവരാനല്ല, ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനല്ല, മറിച്ച് സ്വതന്ത്രമായ ഫലസ്തീനു വേണ്ടിയാണ്. അതിനെങ്ങനെയാണ് മുസ്ലിങ്ങളും ഇസ്ലാമും കുറ്റക്കാരാകുന്നത്? ഇനി ചെച്നിയുടെ കഥയെടുക്കാം, ലബനാന്റെ കഥയെടുക്കാം. ഫലസ്തീനുമായി തൊട്ടുകിടക്കുന്നതാണ്. ഈ അഭയാർത്ഥികൾ, ഫലസ്തീനിൽ നിന്നുള്ള അഭയാർത്ഥികൾ നേരെ പോയത് പ്രധാനമായിട്ടും ലബനാനിലേക്കാണ്. 1982-ൽ ഇന്ന് തളർന്നു കിടക്കുന്ന മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി ഷാരോൺ എന്ന ക്രൂരനായ മനുഷ്യന്റെ ഒത്താശയോടുകൂടി ക്രിസ്ത്യൻ മിലീഷ്യകൾ ഫലസ്തീൻ ക്യാമ്പിൽ കടന്ന് 2000-ഓളം ഫലസ്തീൻകാരെ ക്രൂരമായി വധിച്ചില്ലേ? എന്നിട്ട് ആ രാജ്യത്തിൽ നിന്ന് അവർ വിട്ടുപോയില്ല. അവിടെയാണ് ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത്. അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതി. അവസാനം ഇസ്രായേലിന് മുട്ടുകുത്തേണ്ടി വന്ന് അവിടെ നിന്ന് പിന്മാറി. ആ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിമും കുറ്റക്കാരാകുന്നത്? ഇനി ചെച്നിയുടെ സംഭവം എടുക്കാം. ചെച്നി ഒരിക്കലും റഷ്യയുടെ ഭാഗമായിരുന്നില്ല. സാർ ചക്രവർത്തിമാരുണ്ടായിരുന്നപ്പോൾ നിരന്തരം ചെച്നി അതിക്രമിച്ചു കൊണ്ടിരുന്നു. അവരുടെ എണ്ണയും മറ്റും സമ്പത്തും കവർന്നെടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ അത് തുടർന്നു. സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഭയാനകമായ ക്രൂരതകളാണ് ചെച്നിയിൽ നടപ്പാക്കിയത്. ഒടുവിൽ ഗോർബച്ചേവിന്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം റഷ്യയിൽ തകരുകയും പിന്നീട് യെൽസൺ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ സോവിയറ്റ് യൂണിയനിലെ ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ചെച്നിക്ക് മാത്രം നൽകിയില്ല. അങ്ങനെ ആദ്യത്തെ ചെച്നിയൻ യുദ്ധമുണ്ടായി. റഷ്യൻ സൈന്യം പരാജയപ്പെട്ടു. പിന്നീട് പുടിൻ അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും
ചെച്നിയെ അതിക്രമിച്ച് പിടിച്ചടക്കുകയും അവിടെ ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ചെച്നിയൻ ജനത പടപൊരുതുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനല്ല, നിർബന്ധ മതപരിവർത്തനം നടത്താനല്ല, അവരുടെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. അതിനെങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും കുറ്റക്കാരാകുന്നത്? ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും സംഭവ വികാസങ്ങൾ നിങ്ങൾ വിലയിരുത്തിക്കൊള്ളൂ. ഇനി അഫ്ഗാനിസ്ഥാന്റെ കാര്യമോ? ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന കോൾഡ് വാർ, ശീതയുദ്ധ കാലഘട്ടത്തിൽ റഷ്യക്കാകെയും സ്വാധീനമുണ്ടായിരുന്ന ഏക രാജ്യമായിരുന്നു ഈജിപ്ത്. എന്നാൽ ക്യാമ്പ് ഡേവിഡിന്റെ സന്ധിയോടുകൂടി അമേരിക്കക്ക് ഈജിപ്തിൽ സ്വാധീനം വരികയും റഷ്യയുടെ സ്വാധീനം കുറയുകയും അതോടൊപ്പം ഇറാനിൽ ഷാ ഭരണകൂടവും പാകിസ്ഥാനിലെ ഭരണകൂടവും അമേരിക്കയുടെ ആജ്ഞക്കനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ 1979 റഷ്യ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കയറി. ഉടനെ തന്നെ അമേരിക്ക ആയുധങ്ങളും മറ്റും കൊടുത്ത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സഹായിച്ചു. ഒടുവിൽ കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനോടുള്ള താല്പര്യം കുറയുകയും അമേരിക്ക അവിടെ നിന്നും കെട്ടുകെട്ടി. ആ ജനത എന്ത് ചെയ്യണം? ഒരുപാട് ആയുധങ്ങൾ, അവർ പരസ്പരം പോരടിച്ചു. അവസാനം താലിബാൻ ഉയർന്നു വരികയും പിന്നീട് സെപ്റ്റംബർ 11 സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് അതിന്റെ കാരണം? അടിസ്ഥാനപരമായ കാരണം അവിടെ ഇത് ആരംഭിക്കുവാനുള്ളത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടമാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇറാഖ്. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇറാഖിലെ സദ്ദാം ഹുസൈനെ അള്ളാഹു സഹായിക്കാത്തത് എന്ന് ചോദിക്കാറുണ്ട്. കുവൈത്തുമായി യുദ്ധം നടന്നപ്പോൾ സദ്ദാം ഹുസൈൻ തെരുവ് എന്ന് എഴുതി വെച്ച ഒരുപാട് തെരുവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു സദ്ദാം ഹുസൈനെ സഹായിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ആരാധന വസ്തുക്കളായിട്ട് നാട്ടിൽ മുഴുവനും നാട്ടിയതിനോ? മദ്യപാനവും വ്യഭിചാരശാലയും അനുവദിച്ചതിനോ? എന്നിട്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഷാ പരാജയപ്പെട്ട് അവിടെ ഖൊമേനി വന്നപ്പോൾ അമേരിക്കയുടെ ആഗ്രഹപ്രകാരം അനാവശ്യമായിട്ട് ഇറാനെ ആക്രമിക്കുകയും 10 വർഷത്തോളം ആ യുദ്ധം നീണ്ടുനിന്നു. ഒരുപാട് നിരപരാധികൾ വധിക്കപ്പെട്ടില്ലേ? ഇതിനുശേഷം കുവൈത്തിനെ ആക്രമിച്ചില്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ കൊച്ചു കേരളത്തിൽ എത്ര അനാഥാലയങ്ങളാണെന്നോ. കുവൈത്തിൽ നിന്നുള്ള പണം ലഭിച്ച അനാഥ ശിശുക്കളുടെ വയറുകൾ നിറയുന്നത്. ഒരു ചില്ലി കാശ് പോലും ഇറാഖിൽ നിന്നും ഈ സമൂഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഗൾഫ് യുദ്ധം സംഭവിക്കുന്നത് ബുഷിന്റെയും അതുപോലെയുള്ള അവിടുത്തെ ഭരണകൂടത്തിന്റെയും എണ്ണയോടുള്ള താല്പര്യമായിരുന്നു. അവസാനം അവിടെ അമേരിക്കയുടെ തടവുകാരനായി പിടിക്കപ്പെട്ട് ഏകാന്തവാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് വിശുദ്ധ ഖുർആനുമായിട്ട് അടുക്കുവാൻ സദ്ദാം ഹുസൈൻ അനുവാദം ലഭിച്ചത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മരണം മുന്നിൽ കണ്ടിട്ടും തൂക്കുകയർ മുന്നിൽ ആടിയിട്ടും പതറാതെ ഭയക്കാതെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണത്തോട് അടുക്കുവാനും അതിനെ വാരിപ്പിണരുവാനും അങ്ങനെ എതിരാളികളുടെ ഹൃദയങ്ങളിൽ ഭയത്തിന്റെ ഒരുപാട് ചിന്തകൾ ഉണർത്തുവാനും ഈ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിൽ ആവേശം ഉണർത്തുവാനും സാധിച്ചത് ഒരുപക്ഷെ മനുഷ്യ ഹൃദയങ്ങളെ കുറിച്ച് അറിയാവുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തേക്കാം. ഇനി ജമ്മു ആൻഡ് കാശ്മീരിന്റെ അവസ്ഥ എന്താണ്? ബ്രിട്ടീഷുകാർ എവിടെയെങ്കിലും ഭരിച്ചിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ജനങ്ങളെ പരസ്പരം തല്ലി അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ നടുവിൽ ജമ്മു ആൻഡ് കാശ്മീർ അവിടുത്തെ രാജാവ് തീരുമാനിച്ചു ഇന്ത്യയുടെ ഭാഗമാകാമെന്ന്. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭുവുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അത് ഇന്ത്യയുടെ ഭാഗമായി പിന്നീട് സംഘർഷം നടന്നു. ഒരു ഭാഗം കാശ്മീർ പാകിസ്ഥാന്റെ കയ്യിലും വലിയൊരു ഭാഗം ഇന്ത്യയുടെ കയ്യിലും. വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം കാശ്മീർ എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കണമെന്നതാണ്. കാരണം അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അതാണ്. പാകിസ്ഥാനിൽ ഇന്നുവരെയും ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതിയിലൊരു ഭരണം അവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതാണ് സമകാലികമായ സംഭവ വികാസങ്ങൾക്ക്. കാശ്മീരിലെ ജനത പടപൊരുതുന്നത് നിർബന്ധമായ മതപരിവർത്തനം നടത്താനല്ല, ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനല്ല, സ്വതന്ത്രമായ കാശ്മീരിന് വേണ്ടിയാണ്. അതിനെങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും കുറ്റക്കാരാകുന്നത്? എന്നിട്ടും എഴുതി വിടുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും സവർണ ഫാസിസ്റ്റുകളും വഹാബികളും സൂഫിസവും സലഫീസവുമാണ് ഏറ്റവും വലിയ തെറ്റുകാരിയെന്ന്. അപ്പോൾ തീവ്രവാദത്തിന്റെ വേരുകൾ തേടുന്നവരെത്തുന്നത് വഹാബിസത്തിലാണ്. എന്താണ് മുഹമ്മദിനു അബ്ദുൽ വഹാബ് പഠിപ്പിച്ചത്? ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വത്തിന് മായം ചേർക്കരുത്. ആ ഏകനായ സൃഷ്ടാവിനെ കൂടാതെ നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കരുത്. അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകരുത്. ഖബറാരാധന പാടില്ല. വിശുദ്ധ ഖുർആൻ
പഠിപ്പിക്കുന്നതും പ്രവാചകൻ ഉത്ബോധിപ്പിക്കുന്നതും മാത്രമേ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളൂ. അത് തന്നെയാണ് സലഫികളും പറയുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളതും പ്രവാചകനെ കണ്ട് ഇസ്ലാം മനസ്സിലാക്കിയ സഹാബിമാർ മനസ്സിലാക്കിയതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. കേരള നദുവത്തുൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവർ സലഫികളാണ്. ആരുടെയും മുൻപിൽ സത്യം വെട്ടിത്തുറന്നു പറയുവാൻ അവർക്ക് ഭയമില്ല. ആരെയും സന്തോഷിപ്പിക്കാനല്ല പറയുന്നത്, ആരെയും വെറുപ്പിക്കുവാനുമല്ല. സത്യം സത്യമായിട്ടിരിക്കണം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനാരുമല്ല ഏകനായ സൃഷ്ടാവല്ലാതെ എന്ന ഉജ്ജ്വലമായ തൗഹീദിന്റെ തത്വം ഉണർത്തുന്നതാണോ ഞങ്ങളെ തീവ്രവാദികളാക്കുന്നത്? കെട്ടിടം നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാതാവിന് കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കെട്ടിടമായി ജനിക്കേണ്ടതില്ലെന്നും, കാർ നിർമ്മിച്ച കാറിന്റെ നിർമ്മാതാവിന് കാറിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കാറായി ജനിക്കേണ്ടതില്ലെന്നും, അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യനായി ജനിക്കേണ്ടതില്ലെന്നും, അതുകൊണ്ട് ദൈവപുത്ര വിശ്വാസങ്ങളും ദൈവാവതാര സങ്കല്പങ്ങളും ഞങ്ങൾ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ, ഞങ്ങൾ സലഫികൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ തീവ്രവാദികളാകുന്നത്? ജീവനില്ലാത്ത വസ്തുക്കളുടെ മുൻപിൽ ഭക്തന്മാർ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ആട്ടിയോടിക്കുവാൻ ആ ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്ക് സാധിക്കുന്നില്ല, വസ്തുക്കൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ ജീവനില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതാണോ യുക്തി, മറിച്ച ഈച്ചയുടെ സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണോ യുക്തി എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരാധനകളെ എതിർക്കുന്നതും യുക്തിപൂർവമായിട്ട് ഞങ്ങൾ സലഫികളും മുസ്ലിങ്ങളും സ്വീകരിക്കുന്നതും എങ്ങനെയാണ് തീവ്രവാദമാകുന്നത്? ശങ്കരാചാര്യർ പഠിപ്പിച്ചില്ലേ, ന സാങ്ക്യേന ന യോഗ്യേന ന കർമ്മണ നോ ന വിദ്യയാ ബ്രഹ്മൈക തത്വേന മോക്ഷ സംസിദ്ധി നാന്യതേ. കർമ്മം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് അനശ്വരമായ മോക്ഷം ലഭിക്കുകയില്ല, മറിച്ച് നിങ്ങൾ പരമാത്മാവും ജീവാത്മാവും ഒന്ന് എന്ന് അംഗീകരിക്കണം, സൃഷ്ടാവും സൃഷ്ടിയും ഒന്ന് എന്ന് അംഗീകരിക്കണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവ് വേറെ സൃഷ്ടി വേറെ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ശങ്കരാചാര്യരുമായിട്ട് അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയുണ്ടല്ലോ, ആത്മാർത്ഥതയുണ്ടല്ലോ, ചങ്കൂറ്റമുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ്, ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ ചങ്കൂറ്റത്തെ ആർക്കാണ് കുറ്റം പറയുവാൻ സാധിക്കുന്നത്? അതിന് അദ്ദേഹത്തെ നമുക്ക് അഭിമാനിക്കണ്ടേ? ആരെങ്കിലും ശങ്കരാചാര്യ തീവ്രവാദി എന്ന് വിളിക്കാറുണ്ടോ? എന്നിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം ഇവിടെയുള്ള ആളുകൾക്കുണ്ടാകാം, പക്ഷെ അതുകൊണ്ട് തീവ്രവാദിയാകുന്നില്ല. അപ്പോൾ തീവ്രവാദത്തിന്റെ വേരുകളും നേരുകളും തേടിപ്പോകേണ്ടവർ സത്യത്തിലൂടെ പോകണം. അതൊരിക്കലും വഹാബിസമല്ല, അതൊരിക്കലും സലഫീസമല്ല. മറ്റൊന്നുണ്ട്, മൗദൂദിസം. ആരെയും വിഷമിപ്പിക്കാൻ പറയുന്നതല്ല, ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാറുമില്ല. പക്ഷെ സത്യം സത്യമായിട്ട് ഇത്തരത്തിലൊരു വേദിയിൽ പറയണന്റെ ബാധ്യത എനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ പേനയെടുത്ത് വക്കാലത്തിൽ ഒപ്പിട്ടാൽ എല്ലാ കേസും ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ചാൽ ഞാൻ പേനക്ക് അമാനുഷികത കൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട മാനുഷികത. പേഴ്സിൽ പണം വെച്ചാൽ വീണ്ടും പണം വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം നൽകേണ്ട കഴിവ് ഞാൻ പേഴ്സിന് നൽകുകയാണ്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അപ്പോൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ആ ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക എന്നതിന് പകരം ഇബാദത്തിന്, ആരാധനക്ക് പകരം ആരാധനത്തോടൊപ്പം തന്നെ അനുസരണം, അടിമത്വം എന്ന നിർവചനങ്ങൾ അദ്ദേഹം നൽകി. അപ്പോൾ എന്തു പറ്റി? ജനങ്ങളോട് പറഞ്ഞു, ഒരു അനിസ്ലാമികമായ ഭരണത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അനുസരിക്കുവാനും അവന്റെ കൽപ്പനകൾ മാത്രം പിൻപറ്റുവാനും സാധിക്കുകയുള്ളൂ. നമസ്കാരവും വ്രതാനുഷ്ഠാനവും എല്ലാം ഈ മഹത്തായ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുവാനുള്ള വെറും ഉപാധികൾ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നെല്ലാം എഴുതിയില്ലേ? എന്താണിത്? ഒരു നിർജീവ വസ്തുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ ആരാധനയുണ്ട്, എന്നാൽ അള്ളാഹുവിന്റെ അനുസരണക്ക് വിരുദ്ധമാണ്, അനുസരണമില്ല. യേശുവിനെ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ ആരാധനയുണ്ട്. യേശുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണത്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണ്, അനുസരണമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അവിടെ ആരാധനയുണ്ട്, അനുസരണമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനൊരു മനുഷ്യനാണ്, എന്നെ നിങ്ങൾ ആരാധിക്കരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആരാധിക്കുന്നത് തിന്മയും അനുസരിക്കുന്നത് നന്മയും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വേളയിൽ ജനങ്ങളോട് പറഞ്ഞില്ലേ, ഇബ്ലീസ് നിരാശപ്പെട്ടിരിക്കുന്നു. കാരണം മക്കയിൽ ഒരിക്കലും ഇബ്ലീസ് ആരാധിക്കപ്പെടില്ല, എന്നാൽ അനുസരിക്കപ്പെടും. ഇന്ന് മക്കയിൽ ഇബ്ലീസിനെ ആരാധിക്കുന്നില്ല, ഒരാളും ആരാധിക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ ഒരാളെ പിടിച്ച് തള്ളിയാൽ അത് ഇബ്ലീസിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇബ്ലീസിനെ ആരാധിച്ചാൽ ശിർക്ക് പഠിപ്പിക്കുന്ന ഇസ്ലാം ഒരിക്കലും, ഖുർആൻ ഒരിക്കലും, പ്രവാചകൻ ഒരിക്കലും ഇബ്ലീസിനെ അനുസരിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റ് നമ്മോട് പറയുന്നു 5 നേരം നമസ്കരിക്കുന്നതിന് പകരം 3 നേരം നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അനുസരിക്കില്ല. എന്നാൽ ഇൻകം ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കാനുള്ള ബാധ്യതയില്ല. അവിടെ എവിടെയാണ് ശിർക്ക് വരുന്നത്? അവിടെ എവിടെയാണ് ദൈവത്തിൽ പങ്കുചേർക്കുന്നത്? ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നാം ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചില രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ ഗസ്റ്റായിട്ട്, അതിഥിയായിട്ട് പോയിട്ടുണ്ട്. വിമാനത്തിൽ വെച്ച് തന്നെ അവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അവരെനിക്ക് ബഹുമാനം നൽകിയിട്ടുണ്ട്. എങ്കിലും എന്തു പറയണം എന്തു പറയണ്ട എന്ന് പലവട്ടം ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹത്തായ ഈ രാജ്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അത് തന്നെയാണ് കേരള നദുവത്തുൽ മുജാഹിദിന്റെയും നിലപാട്. ഈ രാജ്യം മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ടും ഹിന്ദുക്കൾക്ക് നൽകിയ അതേ അവകാശങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്കും നൽകിയിട്ടില്ലേ? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളുടെ നൊമ്പരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും വ്യത്യസ്ത നിയമസഭകളിലും പ്രതിഫലിപ്പിക്കപ്പെട്ടത് വിരലെണ്ണാവുന്ന മുസ്ലിം MP-മാരുടെയോ MLA-മാരുടെയോ നാവുകളിലൂടെയല്ല, മറിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു MP-മാരുടെയും MLA-മാരുടെയും നാവുകളിലൂടെയാണ്. ഗുജറാത്തിലെ കലാപമുണ്ടായപ്പോൾ മുസ്ലിങ്ങളുടെ നൊമ്പരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും വ്യത്യസ്ത നിയമസഭകളിലും പ്രതിഫലിപ്പിക്കപ്പെട്ടത് വിരലെണ്ണാവുന്ന മുസ്ലിം MP-മാരുടെയോ MLA-മാരുടെയോ നാവുകളിലൂടെയല്ല, മറിച്ച് മഹാഭൂരിപക്ഷം വരുന്ന നല്ലവരായ ഹിന്ദു MP-മാരുടെയും MLA-മാരുടെയും നാവുകളിലൂടെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു ഭൂമികുലുക്കമുണ്ടായി. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ചേർന്ന് അവരുടെ അതിർത്തി പോലും തുറക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചു. കാരണം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ബ്ലാങ്കറ്റ് എങ്കിലും എത്തിച്ചു കൊടുക്കാൻ. ഈ സന്ദർഭത്തിലല്ലേ തീവ്രവാദികൾ എന്ന് പറയുന്ന ചില ആളുകൾ ഡൽഹിയിലെ മാർക്കറ്റിൽ കൊണ്ടുപോയി ബോംബ് സ്ഫോടനം നടത്തിയത്. ഒരു ബ്ലാങ്കറ്റ് പോലും, തണുത്തു വിറങ്ങലിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു ബ്ലാങ്കറ്റ് പോലും നൽകുവാൻ കഴിയാത്ത ഇവരെന്ത് ജിഹാദികളാണ്? നാം മനസ്സിലാക്കണം. കുറച്ച് പള്ളികൾ ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലക്ഷക്കണക്കിന് പള്ളികൾ ഈ മഹത്തായ രാജ്യത്ത് സുരക്ഷിതമാണ്. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ 5 നേരവും അവിടെ നമസ്കരിക്കുന്നില്ലേ? കുറച്ച് മുസ്ലിങ്ങളുടെ ജീവിതം തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ദുരന്തമാണത്, ദുഃഖമുണ്ട്. പക്ഷേ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ജീവിതം ഇവിടെ സുരക്ഷിതമല്ലേ? എൻ്റെ സുഹൃത്താണ്, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ശ്രീധരൻ പിള്ള. അദ്ദേഹത്തോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞങ്ങൾ മുസ്ലിം സമൂഹത്തോട് കേരള നദുവത്തുൽ മുജാഹിദീൻ സലഫികൾ പറയാറുണ്ട്, ഇസ്ലാമിലെ തീവ്രവാദം തെറ്റാണ്, അതിലേക്ക് ആരെയും നയിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, അതിനെതിരെ പ്രചരണ പരിപാടികൾ നടത്തും. ബോംബെയിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ശിക്ഷിക്കണം, യാതൊരു സംശയമില്ല. മുസ്ലിങ്ങൾ അതിനനുകൂലിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുവാൻ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയുടെ സമുന്നതനായ നേതാവ് കുറ്റക്കാരനാണ് എന്ന് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടിട്ട് പോലും ഒന്നും ചെയ്യാത്ത അവസ്ഥ. തീവ്രവാദികൾക്ക് മുസ്ലിങ്ങളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ളൊരു അവസരമുണ്ടാക്കും. അതുപോലെ കോയമ്പത്തൂർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ശിക്ഷിക്കണം. അവിടുത്തെ വർഗീയ കലാപങ്ങളിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തവരെയും ശിക്ഷിക്കണം. ഗുജറാത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി 3 ദിവസത്തോളം ജനങ്ങളെ അഴിച്ചുവിട്ടില്ലേ? ഗർഭസ്ഥ ഗർഭിണിയുടെ വയറുപോലും തുറന്നുകൊണ്ട് ആ ശിശുവിനെ തൃശൂലിൽ കുത്തിയിട്ട് കത്തിച്ചില്ലേ? ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ് എന്ന് സത്യം സത്യമായി പറയാൻ, അനീതി അനീതിയാണെന്ന് പറയാനുള്ള വിശാലമായ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇത് മഹത്തായ ഒരു രാജ്യമാണ്, നാമാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. എന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങളും
സവർണ ഫാസിസ്റ്റുകളും പറയുന്നത് ജിഹാദും ജിഹാദികളുമാണ് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്നതാണ്. എന്താണ് ജിഹാദ്? കഠിനധ്വാനം എന്നർത്ഥം വരുന്ന ജഹദ എന്ന പദത്തിൽ നിന്നാണ് ജിഹാദ് എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് എങ്കിൽ യുദ്ധം എന്ന പദം കിത്താലുൻ എന്നതാണ്. ജിഹാദുൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ് നിങ്ങൾ ഖുർആൻ കൊണ്ട് ചെയ്യുക എന്ന് ഖുർആൻ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. ഖുർആൻ തോക്കല്ല, ബോംബല്ല, വാളല്ല, മിസൈലല്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് വെച്ചാൽ? ഖുർആൻ ഉത്ബോധിപ്പിക്കുന്ന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നതാണ്. ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക, അവൻ നിയോഗിച്ച പ്രവാചകരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, അവൻ ആഗ്രഹിച്ചെടുത്ത് നിങ്ങളെ കാണുകയും അവൻ വെറുക്കുന്നിടത്ത് നിങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുക, നിരപരാധികളെ വധിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, സ്വവർഗരതിയിൽ ഏർപ്പെടാതിരിക്കുക, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്താതിരിക്കുക, കൃത്രിമക്ഷാമം ഉണ്ടാക്കാതിരിക്കുക, സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാതിരിക്കുക, മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറുക, സന്താനങ്ങളെ നേരായ രീതിയിൽ വളർത്തുക. ഇതെല്ലാമാണ് ജിഹാദ്. ഇനി ജിഹാദിന്റെ മറ്റൊരു വശമുണ്ട്. നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, നിങ്ങളുടെ ജീവൻ കവർന്നെടുക്കുവാൻ ആരെങ്കിലും വന്നാൽ, സെൽഫ് ഡിഫൻസ് എന്ന നിലയിൽ, പ്രതിരോധം എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം. ഈ ഖുർആൻ നൽകുന്ന ഈ അവകാശം തെറ്റാണ് എങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് നൽകുന്ന അവകാശമുണ്ടല്ലോ, റൈറ്റ് ടു ഡിഫെൻഡ് വൺസ് ഓൺ ലൈഫ് ആൻഡ് വൺസ് ഓൺ പ്രോപ്പർട്ടി. സ്വന്തം ജീവനും സമ്പത്തും സംരക്ഷിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് ശക്തി പ്രയോഗിക്കാം. അതുകൊണ്ടാണ് ഒരു ബന്ദ് ദിനത്തിൽ ബന്ധനുകൂലികൾ ഒരു ഫാക്ടറി ആക്രമിക്കുവാൻ പോയപ്പോൾ ഒരു പിതാവും മകനും അവർക്ക് നേരെ നിറയൊഴിക്കുകയും 2 ആളുകൾ മരിക്കുകയും ചെയ്തിട്ടും സുപ്രീം കോടതി അവരെ വെറുതെ വിട്ടത്. അപ്പോൾ ഖുർആൻ നൽകുന്ന ഈ അവകാശം തെറ്റാണ് എങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് നൽകുന്ന അവകാശവും തെറ്റാണ് എന്ന് പറയണം. ഭഗവത്ഗീതയിൽ യുദ്ധം ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ കൽപ്പിച്ചില്ലേ 2-ാം അധ്യായത്തിലെ 37-ാം വചനത്തിൽ, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ഭോക്ഷസേ മഹി തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നീ കൊല്ലപ്പെട്ടാൽ അർജുന നിനക്ക് സ്വർഗം ലഭിക്കും, വിജയിക്കുകയാണ് എങ്കിൽ രാജ്യം അനുഭവിക്കാം, എഴുന്നേൽക്ക് കുന്തിപുത്ര യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതും തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. സ്വന്തം ഭാര്യയെ രക്ഷിക്കാനായിട്ട് ശ്രീരാമൻ രാമായണത്തിൽ യുദ്ധം ചെയ്തിട്ടില്ലേ എന്ന് വിവരിക്കുന്നില്ലേ? അപ്പോൾ അതും തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. ചാട്ടവാറെടുത്ത് ദേവാലയത്തിൽ കടന്ന് കരിഞ്ചന്ത നടത്തുന്ന കച്ചവടക്കാരെ അടിച്ചോടിച്ച യേശുവിന്റെ നടപടിയും തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ജീവിതത്തിൽ നാം സ്നേഹിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, വെറുക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, ശക്തി പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, ശക്തി പ്രയോഗിക്കുവാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായാൽ, ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹം ആ സാഹചര്യത്തിൽ തിന്മയാണ്, നന്മയല്ല. ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നിങ്ങൾ വെറുക്കുന്നുണ്ട് എങ്കിൽ വെറുപ്പ് ആ സാഹചര്യത്തിൽ നന്മയാണ്, തിന്മയല്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ശക്തി പ്രയോഗിക്കുന്നില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ ശക്തി പ്രയോഗിക്കാതിരിക്കുന്നത് തിന്മയാണ്, നന്മയല്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ശക്തി പ്രയോഗിക്കുന്നുവെങ്കിൽ ശക്തി പ്രയോഗം ആ സാഹചര്യത്തിൽ നന്മയാണ്, തിന്മയല്ല. ശക്തി പ്രയോഗിക്കാതിരിക്കുന്നത് തിന്മയുമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരുമെന്ന് പഠിപ്പിക്കുന്ന അതേ ഖുർആൻ തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് പോരാടിക്കൂടാ എന്ന് ചോദിച്ചിരിക്കുന്നതും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച അതേ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിക്രമം കൈകൊണ്ട് കൺമുൻപിൽ കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണമെന്നും അത് സാധിക്കുന്നില്ല എങ്കിൽ നാവുകൊണ്ട് എതിർക്കണമെന്നും അതിനും സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്ന് പഠിപ്പിച്ചത്. ഇതിനർത്ഥം നിസ്സാരമായ കാര്യങ്ങളിൽ തീവ്രവാദവുമായിട്ട് പോകാനല്ല. തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്. നമുക്ക് ബുഷും ബ്ലെയറും പെരുമാറുന്നത് പോലെ പെരുമാറുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചങ്ക് പിളർന്ന് കരളെടുത്ത് തുപ്പിയ പെണ്ണിനോട് പ്രവാചകൻ പറഞ്ഞില്ലേ, എനിക്ക് അതുപോലെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നുവെന്ന്. പക്ഷെ എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നതാണ്. പ്രവാചകൻ അതിന് സ്വാതന്ത്ര്യമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും. ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ചങ്ക് കരള് കടിച്ച് തുപ്പിയിട്ട് പോലും പ്രവാചകൻ നോക്കിക്കൊണ്ടിരുന്നു. കാരണം അള്ളാഹു അനുവദിച്ചിട്ടില്ല. ഒരു ഹിന്ദു പുരുഷൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ, ഒരു ഹിന്ദു നാമം ധരിച്ചയാള് അത് പറയണം,
ഒരു മുസ്ലിം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ ഈ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആളുകളോട് ചോദിക്കാം, പ്രതികാരം എന്ന നിലയ്ക്ക് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിമിന് ബലാത്സംഗം ചെയ്യുവാൻ സാധിക്കും? അവർ പറയും പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഖുർആൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്കിൽ ഇതുപോലെ തന്നെയല്ലേ ഒരു നിരപരാധിയെ വധിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെ വധിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച മതഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിരപരാധികളെ കൊന്നൊടുക്കുവാൻ സാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൊന്നുമകൾ സൈനബ് റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒട്ടകത്തിലേക്ക് കയറുവാൻ ശ്രമിക്കുമ്പോൾ ഹബ്രാർ എന്നൊരു വ്യക്തി അവരെ തള്ളിയിട്ടു. സൈനബ് റളിയല്ലാഹു അൻഹ നിലത്ത് വീണു. പിന്നീട് രോഗം ബാധിച്ചു മരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് അറേബ്യയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, അന്നത്തെ ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിലെ സർവ്വസൈന്യാധിപൻ എന്ന നിലയിൽ നിൽക്കുമ്പോഴാണതാ ആ മനുഷ്യനെ പ്രവാചകന്റെ മുൻപിൽ ഹാജരാക്കുന്നത്. അയാൾ മാപ്പപേക്ഷിച്ചു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രവാചകന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയിരിക്കാം. സൈനബ് റളിയല്ലാഹു അൻഹ ഒരു പൈതലായിരുന്നപ്പോൾ തന്റെ മുൻപിൽ ഓടിക്കളിച്ചതും, കുട്ടിയായിരുന്നപ്പോൾ താനുമായി കളിച്ചതും, ആ ഒരു യുവതിയായ മകളുടെ ചിത്രവും, പൂർണ്ണ ഗർഭിണിയായി മരിച്ചു കിടക്കുന്ന ചിത്രവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. ഒരാൾക്കും മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു. ഈ മാതൃകയാണ് മുസ്ലിങ്ങൾ പിൻപറ്റേണ്ടത്. ഏതെങ്കിലും തീവ്രവാദികളുടെ മാതൃകയല്ല. തന്നെയും തന്റെ അനുയായികളെയും തുല്യതയില്ലാത്ത മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമാക്കിയ, തന്റെയും അനുയായികളുടെയും സമ്പത്ത് കവർന്നെടുത്ത ആളുകൾ തന്റെ മുൻപിൽ മക്ക വിജയവേളയിൽ നിൽക്കുമ്പോൾ യാതൊരു പ്രതികാരവുമില്ലാതെ അവർ വിചാരിച്ചു വധശിക്ഷ ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്നുവെന്ന്. ഒരു പ്രതികാര ചിന്തയുമില്ലാതെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഇദ്ഹബു അൻതും തുലഖ, നിങ്ങൾക്ക് പോകാം. തന്നെ വധിക്കുമെന്ന് ശപഥം ചെയ്തൊരു പട്ടണവും ജനതയും തന്റെ കാൽ കീഴിൽ അമർന്ന സന്ദർഭത്തിൽ, തന്റെ ആജ്ഞക്ക് വിധേയമായ ഘട്ടത്തിൽ അനുഭവിച്ച എല്ലാ വേദനകളും മറന്നതും ആ പ്രവാചകന്റെ മനസ്സാണ് നമുക്ക് വേണ്ടത്. തീവ്രവാദം കൊണ്ട് നമുക്കൊന്നും നേടുവാനില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബിൽ ക്ലിന്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഫലസ്തീൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, America can never be against Islam, even if America wants, because Islam is the fastest growing religion in America. അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്ലാമിനെതിരാകാൻ സാധിക്കുകയില്ല, അമേരിക്ക വിചാരിച്ചാലും. കാരണം ഏറ്റവും അധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം അമേരിക്കയിൽ ഇസ്ലാമാണ്, യൂറോപ്പിലും ഇസ്ലാമാണ്, ലോകത്തും ഇസ്ലാമാണ്. രണ്ട് രീതിയിലാണ് അമേരിക്കയിലും യൂറോപ്പിലും ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഒരുപാട് ആളുകൾ ഓരോ വർഷവും ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനൊരു പരിമിതിയുണ്ട്. മറ്റൊന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറി പാർക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പ്രസിഡന്റ് ബുഷ് ആദ്യം ഇലക്ഷന് ജയിക്കുന്നത് 100 ചില്ലാൻ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. യഥാർത്ഥത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഒരു 5% വോട്ടെങ്കിലും അമേരിക്കയിൽ ഉണ്ടാക്കുവാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അമേരിക്കയുടെ ഭാവി പ്രസിഡന്റ് ആരാകുമായിരുന്നുവെന്നും അമേരിക്കയുടെ മധ്യേഷ്യൻ വിദേശ നയം എന്തായിരിക്കുമെന്നും മുസ്ലിങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയുമായിരുന്നു. ഇതാണ് ബുദ്ധി. അതല്ലാതെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് നിരപരാധികളെ കൊന്നൊടുക്കുകയല്ല. നിങ്ങളെ കണക്ക് പരിശോധിച്ചാൽ ഭൂരിപക്ഷവും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് മരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. പ്രവാചകൻ പറഞ്ഞു, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ, മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അല്ലാഹുവും കാരുണ്യം കാണിക്കില്ല. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന ഉത്ബോധനത്തിലൂടെ സർവ്വജീവജാലങ്ങളോടും കാരുണ്യത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് തീവ്രവാദികളാകുവാൻ സാധിക്കുകയില്ല. ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ അല്പമൊന്ന് ആഞ്ഞു വലിച്ചു പോയതിന് അതിനോട് അല്പം കൂടി കാരുണ്യത്തോടെ പെരുമാറുവാൻ കഴിയുമായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ ശാസിച്ച സ്നേഹനിധിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് തീവ്രവാദികളാകുവാൻ കഴിയുന്നത്? സ്വതന്ത്രമായി വിഹരിച്ച് നടന്നൊരു പൂച്ചയെ കെട്ടിയിട്ടത് മൂലം അതിന് ഭക്ഷണം ലഭിക്കാതെ മൃതിയടയുവാൻ കാരണക്കാരിയായ സ്ത്രീ
അക്കാരണം കൊണ്ട് തന്നെ നരകാർഹയാണെന്ന് പഠിപ്പിച്ച മൃദുല മനസ്കനായ പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് ക്രൂരന്മാരാകുവാൻ കഴിയുന്നത്? ദാഹാർത്തിയോടെ മരുഭൂമിയിൽ അലഞ്ഞു നടന്നൊരു നായ അതിന്റെ നാവ് പുറത്തിട്ട് മണ്ണ് നക്കി തിന്നുന്നത് കണ്ട് ദാഹശമനത്തിനു വേണ്ടി മനസ്സലിഞ്ഞൊരു വ്യഭിചാരിണി ആഴക്കിണറിലിറങ്ങി തന്റെ പാദരക്ഷയൂരി വെള്ളം കോരിക്കൊടുത്ത് അതിന്റെ ദാഹശമനം നടത്തിയതിന്റെ പേരിൽ സ്വർഗത്തിന്റെ ഉന്നത തോപ്പിലാണെന്ന് പഠിപ്പിച്ച ആ സ്നേഹനിധിയായ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് നിരപരാധികളെ വധിക്കുവാൻ കഴിയുന്നത്? പറക്കമുറ്റാത്ത പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന തന്റെ അനുയായിയോട് തള്ളപ്പക്ഷി കൂട്ടിലിരുന്ന് കരയുന്ന തള്ളപ്പക്ഷിയുടെ സുരക്ഷിതത്വത്തിലേക്ക് അതിനെ തിരിച്ചേൽപ്പിക്കുവാൻ കൽപ്പിച്ച പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും ജീവന്റെ പവിത്രത കുറച്ചു കാണുവാൻ സാധിക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഇസ്ലാമിന്റെ ശത്രുവായ തമാമ എന്നൊരു വ്യക്തി പിടിക്കപ്പെട്ട് പ്രവാചകന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, താങ്കൾ എന്നോട് കാരുണ്യം കാണിച്ചാൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും, ഇല്ലെങ്കിൽ താങ്കളെ ഞാൻ വെറുക്കും. പ്രവാചകനൊന്നും പറഞ്ഞില്ല. പ്രവാചകനെ വധിക്കാനായി ശ്രമിച്ചിരുന്ന വ്യക്തിയാണ്. പിറ്റേന്നും അയാൾ ഹാജരാക്കപ്പെട്ടു. ഇത് തന്നെ അയാൾ ആവർത്തിച്ചു. മൂന്നാമത്തെ ദിവസം പ്രവാചകന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് പോകാം. അയാൾ പ്രവാചകന്റെ നേരെ നോക്കി. എന്നിട്ട് പോയി കുളിച്ച് ശുദ്ധമായി വന്ന് പ്രഖ്യാപിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആരാധനക്കർഹനാരുമില്ല ഏകനായ പ്രപഞ്ചനാഥനായ സൃഷ്ടാവല്ലാതെ, അല്ലാഹുവല്ലാതെ, മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് താങ്കളെയാണ്, ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് താങ്കളെയാണ്. ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് ഇസ്ലാമിനെയാണ്, ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ്. ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് ഈ രാജ്യത്തെയാണ്, ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈ രാജ്യത്തെയാണ്. ഈ ഒരു മനസ്സ് ഉണ്ടാക്കുവാനാണ് സത്യവിശ്വാസികൾ ശ്രമിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ വസ്തുതകളുമായി യോജിക്കുന്ന ആളുകളുണ്ടാകും, ശക്തമായി വിയോജിക്കുന്ന ആളുകളും ഉണ്ടാകും. എന്നാൽ എനിക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നൊരപേക്ഷയുണ്ട്. വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തുക. കാരണം എൻ്റെയും നിങ്ങളുടെയും നാവുകൾ ശവക്കല്ലറകളിൽ, ഖബറുകളിൽ മണ്ണായി തീർന്നാലും നിശ്ചലമായാലും ഈ ഭീകര തീവ്രവാദങ്ങൾ നമ്മുടെ സമൂഹങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ സഹജീവികളെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ, പിറക്കാനിരിക്കുന്ന വരും തലമുറകളെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും, യഥാർത്ഥത്തിൽ സ്രഷ്ടാവിൻ്റെ സന്ദേശത്തിലൂടെ മനുഷ്യ സമൂഹത്തെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും ഉയർത്തുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും അവരെ മനുഷ്യരാക്കി തീർക്കുകയും അതിലൂടെ അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും, അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്നും നീതിയിലേക്കും, തെറ്റിൽ നിന്നും ശരിയിലേക്കും മനുഷ്യ സമൂഹത്തെ നയിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന മഹത്തായ കേരള നദുവത്തുൽ മുജാഹിദിനുമായിട്ട് നിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ വൽ ഈമാനി വത്തൗബ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.